ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടത് ആപ്ലിക്കേഷൻസ്, അതായത് മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ, ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാറില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന മൊബൈലായിരിക്കും. അപ്പോൾ അതിനകത്ത് റീജിയൻ അല്ലെങ്കിൽ കൺട്രി കിടക്കുന്നത് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ആപ്ലിക്കേഷൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ യൂറോപ്പിൽ വന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിനൊരു പോംവഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മൊബൈലിൽ റീജിയൻ അല്ലെങ്കിൽ കൺട്രി ചേഞ്ച് ചെയ്യണം. നമ്മൾ ഏത് കൺട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത് ആ കൺട്രിയിലേക്ക് മാറണം. ഇപ്പോൾ ഇറ്റലി ആണെങ്കിൽ ഇറ്റലി, ജർമ്മനി ആണെങ്കിൽ ജർമ്മനി, പോളണ്ട് ആണെങ്കിൽ പോളണ്ട്, UK ആണെങ്കിൽ UK, അമേരിക്ക ആണെങ്കിൽ അമേരിക്ക, അങ്ങനെ റീജിയൻ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ രാജ്യത്ത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ റീജിയൻ മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. അതിപ്പോൾ ഞാനിപ്പോൾ ഇറ്റലിയിലാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും പോസ്റ്റ് ഇറ്റാലിയയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാറില്ല, അതല്ലെങ്കിൽ സ്പിഡിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാറില്ല, അതെങ്കിൽ CI എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാറില്ല, അതല്ലെങ്കിൽ സിംഫോണിയ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇറ്റലിയിലുള്ളത്, അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ ഈ കൺട്രി അല്ലെങ്കിൽ റീജിയൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് അത് റീജിയൻ മാറ്റണേ എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആ വീഡിയോ കാണുക. ആദ്യം നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും. ആ പ്രൊഫൈൽ പിക്ചറിൽ നമ്മൾ ടച്ച് ചെയ്യുക. പ്രൊഫൈൽ ടീച്ചർ അതിനകത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. കണ്ടോ, ഇത് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ്, നോട്ടിഫിക്കേഷൻ ആൻഡ് ഓഫേഴ്സ്, പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ, ഗിഫ്റ്റ് കാർഡ്സ്, പ്രൊട്ടക്റ്റ്, ലൈബ്രറി, പ്ലേ പാസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിന് കാണാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ റീജിയൻ അല്ലെങ്കിൽ കൺട്രി മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ, ഇത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീണ്ടും ഒരു ഇൻ്റർഫേസിൽ ഇതേപോലത്തെ കുറച്ച് ഓപ്ഷൻസ് വീണ്ടും കാണാം. പേയ്മെൻറ്റ് മെത്തേഡ്സ്, പർച്ചേസ് വെരിഫിക്കേഷൻ, സബ്സ്ക്രിപ്ഷൻ, ബഡ്ജറ്റ് ആൻഡ് ഹിസ്റ്ററി, റാൻഡം കോഡ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് വേണ്ടത് പേയ്മെൻറ്റ് മെത്തേഡ് ടച്ച് ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ആ ഇൻ്റർഫേസിൽ വീണ്ടും ഇതേപോലത്തെ മാസ്റ്റർ കാർഡ്, തിം, പിന്നെ ആഡ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്, ആഡ് പേപ്പാൾ, ആഡ് പേസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് വേണ്ടത് മോർ പേയ്മെൻറ്റ് സെറ്റിങ്സ്. അതെടുത്ത് കഴിയുമ്പോൾ അത് ഓപ്പണായി വരാൻ കുറച്ച് ടൈം എടുക്കും. ആ ഓപ്പണായിട്ട് വരുമ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് പേയ്മെൻറ്റ് സെൻറ്ററിൻ്റെ സൈഡിലായിട്ട് 3 ലൈൻ കാണാം. ആ 3 ലൈനിലൊന്ന് ടച്ച് ചെയ്യുക. ആ 3 ലൈനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നമുക്ക് വേണ്ടത് സെറ്റിങ്സിലേക്ക് ഇടണം. ഈ സെറ്റിങ്സ് ടച്ച് ചെയ്യുക. സെറ്റിങ്സ് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, നമുക്ക് വീണ്ടും ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നമ്മുടെ ഇത് കണ്ടോ, കൺട്രി റീജിയൻ, ആ കൺട്രി റീജിയനിൽ നമ്മൾ ടച്ച് ചെയ്യുക. ഇതിനകത്ത് നമ്മളുടെ ഇമെയിൽ ID മാറ്റാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഫോൺ നമ്പർ മാറ്റാം, പിന്നെ പേയ്മെൻറ്റ് പ്രൊഫൈല്, കൺട്രി മാറ്റാം, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് നമ്മൾ കൺട്രിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ കൺട്രി റീജിയൻ്റെ സൈഡിലൊരു പെന്നിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്, അതിനകത്തൊന്ന് ടച്ച് ചെയ്യുക. അതിനകത്തൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ, ആ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈലിൽ ടച്ച് ചെയ്യുക. പ്രൊഫൈലിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് വരും. അതിനകത്ത് ആ കണ്ടിന്യൂവിൽ നമ്മൾ ടച്ച് ചെയ്യുക. കണ്ടിന്യൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ട കൺട്രി ആ റീജിയൻ, അതിനകത്ത് ചൂസ് ആൻഡ് കൺട്രി ഓർ റീജിയൻ, ചൂസ് എ കൺട്രി ഓർ റീജിയൻ, അത് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഇറ്റാലിയൻ ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ആൽഫബറ്റിക്കലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് I എന്ന ആൽഫബറ്റിക് വരുമ്പോൾ അതിനകത്ത് ഇറ്റാലിയൻ ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഐയിൽ ഐസ്ലാൻഡ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാഖ്, അയർലൻഡ്, അങ്ങനെ ഇസ്രായേൽ, ഇറ്റലി നമ്മൾ ടച്ച് ചെയ്തു.
അത് കഴിഞ്ഞ് നമ്മൾ അത് കണ്ടിന്യൂ കൊടുത്തു. കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ കൺട്രി റീജിയൻ മാറ്റി അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായി. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ കൺട്രി ആൻഡ് റീജിയൻ കണ്ടോ ഇറ്റലി ആയിട്ട് വന്നേക്കണുണ്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഈ വീഡിയോയിൽ ചെയ്യണ മാതിരി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഇറ്റലിയിൽ യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ്, അതായത് ഇപ്പോൾ പോസ്റ്റൽ ID അല്ലെങ്കിൽ സ്പിഡ്, CI, സിൻഫോണിയ അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്തതെന്ന് പറഞ്ഞ് നമ്മൾ നാട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന ആപ്ലിക്കേഷൻസ് ഒന്നും പോകുന്നില്ല കേട്ടോ. അത് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എങ്ങാനും അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ ഫോൺ പേ പോലെ സംഭവങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഈ റീജിയൻ ഇന്ത്യ ആയിട്ട് മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ലല്ലോ, പക്ഷെ നമ്മളത് റീജിയൻ ഇറ്റലി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടിക്ടോക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവങ്ങൾ. അപ്പോൾ ഇത് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് നിങ്ങളൊന്ന് 1 by 1 ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഈ കൺട്രി അല്ലെങ്കിൽ റീജിയൻ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.